ഓക്കെ, നമുക്കൊരു ലൈവ് ട്രേഡ് എടുത്ത് കാണിച്ചു തരാം. നോക്കിക്കോളൂ. നമ്മുടെ സെൻസെക്സ് ആദ്യം എടുത്ത് നോക്കുക. നോക്കുമ്പോൾ സെൻസെക്സ് ഇടിയാൻ സാധ്യതയുണ്ട്. ഡോട്ടർ ലൈനിൽ നിന്ന് റിജക്റ്റ് ചെയ്യുകയാണ്. ഇനി നിഫ്റ്റിയുടെ ഓരോന്നും എടുത്ത് നോക്കുക. നിഫ്റ്റിയുടെ പി ആദ്യം എടുത്ത് നോക്കുക. ഏറ്റവും ലാസ്റ്റ് ലൈനിലാണ് നിൽക്കുന്നത്. അപ്പോൾ പി കയറാൻ സാധ്യതയുണ്ട്. സി എടുക്കുക. പക്ഷേ സിയും കയറാൻ സാധ്യതയുണ്ടെന്നാണ് കാണിക്കുന്നത്. അവിടെ ഒരു സപ്പോർട്ടാണ് കാണിക്കുന്നത്. ഓൺലൈൻ പി എടുക്കുക. പിയിൽ സപ്പോർട്ടാണ്. അപ്പോൾ പി കയറാൻ സാധ്യതയുണ്ട്. നിഫ്റ്റി എടുത്ത് സി എടുത്ത് നോക്കുക. ആ സിയിലും സപ്പോർട്ടാണ് കാണിക്കുന്നത്. ദെൻ പി എടുത്ത് നോക്കുക. പിയിൽ ബോൾ ലൈൻ സപ്പോർട്ടാണ്. ബാങ്ക് നിഫ്റ്റിയാണ് അതിന് അടുത്തെടുത്ത് നോക്കുന്നത്. സി റെസിസ്റ്റൻസ് ആണ് ബോൾ ലൈൻ. അടുത്ത സി എടുത്ത് നോക്കുക. സിയിൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ സി ഇടിയാനാണ് ചാൻസ്. അടുത്ത പി എടുത്ത് നോക്കുക. അത് സപ്പോർട്ടാണ് ബോൾ ലൈൻ. അപ്പോൾ പി മുകളിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. ഇനി നിഫ്റ്റി എടുത്ത് നോക്കുക. നിഫ്റ്റിയുടെ സി എടുത്ത് നോക്കിക്കണ്ട. സി ഇടിയാനാണ് ചാൻസ്. ബോൾ ലൈനിൽ നിന്ന് താഴത്തേക്ക് പോയി. ഇനി പി എടുത്ത് നോക്കിയേക്കണ്ട. പി കയറാനാണ്. ബോൾ ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. ഇവിടെയും ബോൾ ലൈൻ സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്? സി എടുത്തപ്പോൾ സി സപ്പോർട്ടായി. അപ്പം ഇതൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. സിയിലും സപ്പോർട്ട്, പിയിലും സപ്പോർട്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഏറ്റവും ലാസ്റ്റ് പി എന്ന് പറയുന്നത് കയറാൻ നിൽക്കുന്നതുകൊണ്ട്, നിഫ്റ്റിയുടെ പി കയറാൻ നിൽക്കുന്നതുകൊണ്ട് എന്തായാലും പി തന്നെ സംഭവിക്കും. നമുക്ക് ഉറപ്പിക്കാം. സെൻസെക്സും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പി എടുക്കാം. നമ്മൾ 75 അത് കണ്ട സ്ട്രൈക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുക. ഓക്കെ. അയ്യോ, പക്ഷേ അത് തെറ്റിപ്പോയി. സി ആയിപ്പോയി. ഇങ്ങനെ സംഭവിക്കാറുണ്ട് സാധാരണ കേട്ടോ. അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുക. എക്സിറ്റ് പൊസിഷൻ കൊടുത്ത് എക്സിറ്റ് ചെയ്യാം. പി എടുക്കാൻ ഉദ്ദേശിച്ച പക്ഷേ സി ആയി. ഇപ്പോൾ ഇങ്ങനെ സാധാരണ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തു. പി തന്നെ എടുത്തു. പി പൊസിഷൻ കൊടുത്തു. ഇതുപോലെ നമ്മൾ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ഫണ്ട് വെച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം തന്നെ നോക്കിക്കേ, നല്ല റിട്ടേൺസ് ഇതിപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട്. നമുക്കൊരു ലിമിറ്റ് ഓർഡർ കൊടുക്കാം. 45 രൂപയുടെ സാധനമല്ലോ. നമുക്കൊരു 55 രൂപ, ഒരു 10 പോയിന്റ് കൂട്ടിക്കൊടുക്കാം. ലിമിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ അവിടെ കൂട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ 55 രൂപയിൽ എപ്പോഴാണോ ഈ സ്ട്രൈക്ക് എത്തുന്നത് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആകും. അങ്ങനെ ചെയ്യണം. പിന്നെ ഇവിടെ ഇത് കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു ട്രേഡ് തന്നെ നമ്മൾ എടുത്തത്. ഞാനിതിപ്പോൾ എടുത്ത് കാണിച്ചതേ ഉള്ളൂ. കാരണം നമ്മളുടെ സിയിൽ സപ്പോർട്ട് ആകുമ്പോൾ പിയിൽ റെസിസ്റ്റൻസ് ആയിരിക്കണം ബോൾ ലൈൻ. പക്ഷേ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? സിയിലും സപ്പോർട്ട് വന്നിട്ടുണ്ട്, പിയിലും സപ്പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ കൂടുതലും പി ആണ് ചാൻസ് എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം നമ്മളുടെ സെൻസെക്സ് റിജക്ഷനിലാണ് നിൽക്കുന്നത്. സെൻസെക്സ് ഡോട്ടർ ലൈനിൽ റിജക്ഷൻ കാണിക്കുന്നുണ്ട്. ഡോട്ടർ ലൈനിൻ്റെ മുകളിലേക്ക് കയറുന്നില്ല സെൻസെക്സ്. അപ്പോൾ സെൻസെക്സ് വെച്ച് നോക്കുമ്പോൾ അത് ഇടിയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിഫ്റ്റിയുടെ പി പൊസിഷൻ നോക്കുമ്പോൾ, വീക്കെൻഡ് പി പൊസിഷൻ നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ലൈനിലാണ് നിന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി അവിടുന്ന് ഒരു താഴത്തേക്ക് ലൈനിലേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. വേറെ ലൈൻസ് ഒന്നും അവിടെ ഇല്ല. ഏറ്റവും ലാസ്റ്റ് ലൈനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് പി സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മറ്റ് സ്ട്രൈക്കുകളെ നമ്മൾ നോക്കുമ്പോൾ പിയിൽ ബോൾ ലൈൻ സപ്പോർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. സിയിൽ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താകുന്നുണ്ട്? സിയിൽ സപ്പോർട്ടായിട്ട് 1-2 എടുത്ത് സിയിൽ സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുമ്പോൾ അതൊരു റിസ്കി ട്രേഡ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ കൂടുതലും നമുക്ക് എടുത്ത് നോക്കിയത് പിയുടെ ഗ്രാഫ് എടുത്ത് നോക്കിയേ. ഏറ്റവും ലാസ്റ്റ് ലൈനിലാണ് പിയുടെ ഗ്രാഫ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പി കയറാൻ തന്നെയാണ് ചാൻസ്. പി അങ്ങനെ ഇടിയാനുള്ള ചാൻസ് കാണിക്കുന്നില്ല. ഇവിടുന്ന് നന്നായിട്ട് ഇടിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. പക്ഷേ ഇത് കയറാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. സെൻസെക്സ് എടുത്ത് നോക്കുമ്പോഴും സെൻസെക്സ് ഇടിയാൻ ചാൻസ് ഉണ്ട്. ഡോട്ട് ലൈനിന് മുകളിലേക്ക് പോകുന്നില്ല സെൻസെക്സ്. ഡോട്ട് ലൈൻ നല്ല റിജക്ഷനാണ്. അപ്പോൾ എന്തായാലും പി കയറി. ചിലപ്പോൾ ഇതൊന്നും കുറച്ചും കൂടെയൊക്കെ ലോസ് കാണിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സിയിലും സപ്പോർട്ട് കാണിക്കുന്നത് കൊണ്ട് ലോസ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കാം. ഇതുപോലെ സിയും പിയും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് എന്തായാലും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാനിവിടുന്ന് ഒരു 55 എന്നുള്ളത് മാറ്റി ഞാൻ 48 ആക്കി കേട്ടോ. ഒരു 3 പോയിൻ്റ് ഞാൻ എടുക്കുന്നുള്ളൂ. 10 പോയിൻ്റ് ഞാൻ എന്ത് കൊടുത്തായിരുന്നു നേരത്തെ? നമ്മുടെ ലിമിറ്റ് ഓർഡർ കൊടുത്തതാണ്. 10 പോയിൻ്റൊക്കെ കൊടുക്കുമ്പോൾ ഒരു 750 രൂപയൊക്കെ കിട്ടും. പക്ഷേ ഞാനതിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു 3 പോയിൻറ്റ്സേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. 3360 രൂപയ്ക്കാണ് ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആ ഒരു സ്ട്രൈക്കിനകത്ത്. അല്ല, 3 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 200 രൂപയ്ക്ക് മുകളിൽ റിട്ടേൺ ഉണ്ടാവുകയുള്ളൂ. എന്നാലും ഞാൻ എടുത്ത് കാണിക്കാൻ വേണ്ടി എടുത്തുവെന്നേ ഉള്ളൂ. നോക്കിക്കോളാം. 300-400 രൂപയ്ക്ക് ലോസ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഇത് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. പിക്ക് തന്നെയാണ് കൂടുതലും ചാൻസ് ഇവിടെ ഉള്ളത്. എന്തായാലും 3 പോയിൻ്റൊക്കെ എന്തായാലും നമുക്ക് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് 3 പോയിൻ്റൊക്കെ നമുക്ക് എന്തായാലും അതിനകത്ത് റിട്ടേൺ കിട്ടും. അത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ 55 വരെ എത്തുമെന്ന് എനിക്കറിയില്ല. 55-ലും മുകളിൽ പോകാനും ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പിക്ക് അത്യാവശ്യം നല്ല ചാൻസ് ഉള്ളതാണ്. ചിലപ്പോൾ കൺസോൾട്ടേഷനും കൂടി ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, കൺസോൾട്ടേഷൻ കൂടി ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങൾ എക്സിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. സോറി, ഞാനത് 3 പോയിൻറ്റ്സ് ആക്കി കുറച്ചത്.
നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും കയറേണ്ടത് തന്നെയാണ്. എന്തായാലും 3 പോയിൻറ്റ്സൊക്കെ നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും കൺസോൾട്ടേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നെങ്കിൽ, ഇതിപ്പോൾ സിയിൽ കൂടി നമുക്ക് ബോർഡ് ലൈൻ സപ്പോർട്ട് കാണിച്ചത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അതിൽ നിന്ന് 3 പോയിൻ്റാക്കി കുറച്ചത്. ഇല്ലെങ്കിൽ നമ്മുടെ 10 പോയിൻ്റ് തന്നെ നമുക്കവിടെ നിലനിൽക്കാൻ 25% ഒക്കെ റിട്ടേൺ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന തന്നെയാണ്. ഇതുപോലെ പോർട്ട്ഫോളിയോ എടുക്കുക. പോർട്ട്ഫോളിയോയിൽ നമ്മളിങ്ങനെ നോക്കിയാൽ മതി, നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ പ്രോഫിറ്റ് ലോസും ഒക്കെ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനെന്താ പറഞ്ഞത്, സിയിൽ സപ്പോർട്ട് ആകുമ്പോൾ പിയിൽ റെസിസ്റ്റൻസ് ആയിരിക്കണം. അതുകൊണ്ട് നമ്മളത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇവിടെ നമുക്ക് പിയിൽ സപ്പോർട്ട് സപ്പോർട്ടായി, നമ്മുടെ ബോർഡ് ലൈൻ സപ്പോർട്ട് ആയപ്പോഴത്തേക്കും സിയിൽ റെസിസ്റ്റൻസ് ആവേണ്ടത്. അപ്പോൾ 1-2 സ്ഥലത്ത് സിയിലും സപ്പോർട്ട് കാണിച്ചു, വേറെയുള്ള സ്ഥലമൊന്നും കുഴപ്പമില്ല. പിയിൽ നല്ല രീതിയിൽ സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ സിയിൽ കൂടെ സപ്പോർട്ട് ബോർഡ് ലൈൻ വരുന്ന സമയത്ത് അത് റിസ്കി ട്രേഡ് തന്നെയാണ്. കൂടുതലും നിങ്ങൾ ലൈവിൽ അത് എൻ്റർ ചെയ്യരുത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ സെൻസെക്സ് കൂടി റിജക്ഷൻ പോയിന്റിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള റിസ്ക് ഒന്നും തന്നെ ഏറ്റെടുക്കാനായിട്ട് പാടില്ല. നമ്മൾ നല്ല കൺഫേംഡ് ട്രേഡിൽ മാത്രമേ എൻ്റർ ആവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ ചെയ്യണം. ഈ ട്രേഡിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല. ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാതെ തന്നെയാണ് ട്രേഡ് കാണിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ റിസ്കി ട്രേഡ് വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ നിങ്ങൾ ട്രേഡ് എടുക്കുക. ഇവിടെ ഏറ്റവും ലാസ്റ്റ് ലൈനിൽ പി പൊസിഷൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ നിഫ്റ്റിയുടെ പി പൊസിഷൻ ഏറ്റവും ലാസ്റ്റ് ലൈനിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസെക്സ് റിജക്ഷൻ പോയിന്റിലാണ്, സെൻസെക്സ് ഇടിയാനാണ് പോകുന്നത് കാണിക്കുന്നത്. മറ്റ് നമ്മുടെ സ്ട്രൈക്കുകൾ നോക്കുമ്പോഴത്തേക്കും പിയിൽ നല്ല ബോർഡ് ലൈൻ നല്ല സപ്പോർട്ട് പൊസിഷൻ കാണിക്കുന്നുണ്ട്. സിയിലും 1-2 സ്ഥലത്ത് സപ്പോർട്ട് കാണിക്കുന്നത് മാത്രമാണ് ഇവിടെ ആകെയുള്ള ഒരു റിസ്ക് പോയിന്റ് എന്ന് പറയുന്നത്. അത് റിസ്ക് പോയിന്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡൊക്കെ നമ്മൾ വേണ്ടാന്ന് തന്നെ വെക്കുക. അല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് റിസ്ക് ആയിട്ട് എടുക്കുക. കാരണം നാളെ എക്സ്പയറി കൂടിയാണ്. നാളെ എക്സ്പയറി എക്സ്പയറിയിൽ ഒരിക്കലും ഈ റിസ്ക് ആയിട്ട് എടുക്കില്ല കേട്ടോ. ഇതിപ്പോൾ എക്സ്പയറിയുടെ തലേദിവസമാണ്, അതുകൊണ്ട് അത്ര വലിയ ഫ്ലക്ച്വേഷൻ ഉണ്ടാകില്ല. പെട്ടെന്നൊന്നും നമ്മൾ സീറോയിലേക്ക് പോകത്തില്ല. പക്ഷേ എക്സ്പയറിയിൽ ഒരിക്കലും ഇതുപോലെ സിയിലും പിയിലും ഒരുപോലെ സപ്പോർട്ട് കാണിച്ചാൽ നിങ്ങൾ എടുക്കില്ല. അത് കൺസോൾട്ടേഷൻ ആകും. കൺസോൾട്ടേഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ലോസ് വരും. നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഇപ്പോഴും കണ്ട പി ഇറങ്ങുന്നേ ഇല്ല, പി കയറുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. സെൻസെക്സും കണ്ട ഇറങ്ങാൻ തന്നെയാണ് അതും നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ടെൻഷൻ ആവേണ്ട, വെയിറ്റ് ചെയ്യുക. എക്സ്പയറിയും അല്ല, എക്സ്പയറി ആണെങ്കിൽ കുറച്ച് ടെൻഷൻ ആവേണ്ടതുണ്ട്. എക്സ്പയറി നാളെയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി. നിയറസ്റ്റ് എക്സ്പയറി നിഫ്റ്റി ആയതുകൊണ്ടാണ് നിഫ്റ്റി എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ഫിൻ നിഫ്റ്റിയിലോ എടുക്കാം. കൂടുതലും നമുക്ക് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നത് ഇതിനകത്തായതുകൊണ്ടാണ്. നിഫ്റ്റി എക്സ്പയറിയുടെ അടുത്ത സ്ട്രൈക്കിലൊക്കെ നല്ല രീതിയിൽ ഫ്ലക്ച്വേഷൻസ് മൂവ്മെൻറ്റ് നടക്കും. അതുകൊണ്ടാണ് ഇത് എടുത്തേക്കുന്നത്. കണ്ടോ, നമ്മുടെ ലോസൊക്കെ കുറഞ്ഞ് തന്നെ വരുന്നുണ്ട്, പ്രോഫിറ്റിലേക്കും വരുന്നുണ്ട്. പിന്നെ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ട്, കൺസോൾട്ടേഷൻ സാധ്യതകളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് സിയിലൊരു സപ്പോർട്ട് വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസോൾട്ടേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടതാണത്. ഓക്കെ, പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്, ലോസിലേക്കും പോകുന്നുണ്ട്. ലോസിനെ അത്രയും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എക്സ്പയറി അല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ലോസ് സംഭവിക്കുകയില്ല. നമ്മൾ ഇട്ട എന്തായാലും 3 പോയിൻറ്റ്സേ നമ്മൾ ഒരു ഇതായിട്ട് കൊടുത്തിട്ടുള്ളൂ. അതെന്തായാലും നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. നമ്മൾ കൊടുത്ത ആദ്യത്തെ 55 പോയിൻറ്റും കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതും കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് റിസ്കി ട്രേഡ് ആയതുകൊണ്ട് മാത്രം സപ്പോർട്ട് സിയിലും ബിയിലും ഒരേപോലെ സപ്പോർട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും റിസ്ക് ഏറ്റെടുക്കേണ്ടെന്ന് വെച്ചത്. അപ്പോൾ 4000-അടുത്ത് തന്നെ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടാകുക, അത്രയെങ്കിലും ക്യാപിറ്റൽ വേണം. ഇപ്പോൾ എക്സ്പയറൊക്കെ എടുത്ത് മാറ്റിയത് കൊണ്ട് നമുക്ക്, അതുപോലെ തന്നെ നമ്മളുടെ ലോഡ് സൈസൊക്കെ കൂട്ടിയത് കൊണ്ട് അത്രയെങ്കിലും ക്യാപിറ്റൽ വേണം കേട്ടോ. 4000 രൂപ എന്തായാലും ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇടുക. അതിനുള്ളിൽ നിൽക്കുന്ന ട്രേഡ് എടുത്താൽ മതി. നല്ല ട്രേഡ് അതിൽ കിട്ടാറുണ്ട്. നമ്മൾ കൊടുത്ത ഒരു ഏകദേശം ആ ഒരു റേഞ്ചിലേക്കൊക്കെ വരുന്നുണ്ട്, പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്. ഇതെന്തായാലും ഒരു 55 പോകാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ കൂട്ടുന്നില്ല, ഞാൻ നമ്മളുടെ ലിമിറ്റ് ഓർഡർ കൂട്ടി കൊടുക്കുന്നില്ല. കൊടുത്ത ഒരു 48 രൂപയിലേക്ക് എത്തുമ്പോൾ ഇത് എക്സിറ്റ് ആകും.
അപ്പോൾ നമ്മൾ പേടിക്കാതെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പേടിയുള്ളവർ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കൂടുതലും ചാൻസ് ഒരു 95% ചാൻസ് പിക്ക് ഉള്ളത് കൊണ്ടാണ് അത്രയും ഞാൻ പേടിക്കാതെ നിൽക്കുന്നത്. ഓക്കെ, കൊടുത്തേക്കുക. കണ്ടോ, നമുക്ക് 45 ഒക്കെ വന്നിട്ടുണ്ട്. 60 രൂപ, 75 രൂപ, 157 രൂപ, 161 രൂപ എക്സിറ്റായി. കണ്ട, 225 രൂപയ്ക്ക് എക്സിറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് 48 രൂപയിൽ ഇത് എക്സിറ്റ് ആയിട്ടുണ്ട്. ഇനിയും ഇത് മൂവ് ചെയ്യും, മുകളിലേക്ക് തന്നെ മൂവ് ചെയ്യും, ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ബ്രോക്കറേജ്, ഓപ്ഷൻ ട്രേഡിൽ ബ്രോക്കറേജ് ഒരു ട്രേഡിൽ മിനിമം 50 രൂപ ബ്രോക്കറേജ് ആകും കേട്ടോ. അപ്പോൾ ഈ 100 രൂപയിൽ 187 രൂപയിൽ നമുക്ക് ഒരു 87 രൂപയ്ക്ക് കിട്ടുള്ളൂ ഇതിനകത്തെ. കണ്ട, ഇതിനെയും കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. സെൻസെക്സ് നോക്കിയാൽ സെൻസെക്സ് ഇടിയാനും നല്ല രീതിയിൽ ഇടിയാനും ചാൻസ് ഉണ്ട്. സെൻസെക്സിലേക്കും സ്ട്രൈക്കുകളിലേക്കും നോക്കിയാൽ മതി, മറ്റ് ഇൻഡെക്സുകൾ ഒന്നും തന്നെ നോക്കണമെന്നില്ല. നമ്മൾ സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ വേറെ ഇൻഡെക്സുകളൊന്നും നോക്കണ്ട. ഇത് കണ്ടോ, നല്ല രീതിയിൽ പി പൊസിഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നല്ല മൂവ്മെൻ്റ് ഉണ്ട്. ഇത് കണ്ട, 56 രൂപ ഞാൻ പറഞ്ഞില്ലേ, 55 രൂപ നമ്മൾ എക്സിറ്റ് ചെയ്ത് കുറച്ച് വെച്ചു. ഇപ്പോൾ നമ്മൾ കൊടുത്താൽ 55 രൂപ പൊസിഷനിലേക്ക് അത് വന്നു. അങ്ങനെ ഇനി ഇത് കുറച്ചും കൂടി മൂവ് ചെയ്യാം. ചിലപ്പോൾ 100% റിട്ടേണിലേക്ക് ഇത് പോകും കേട്ടോ. 100% റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉള്ളതാണ് ഇങ്ങനെയുള്ള ട്രേഡുകൾ. പക്ഷേ കുറച്ച് റിസ്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ കൺസോൾട്ടേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കൊടുത്ത 10 പോയിൻറ്റും നമുക്ക് കിട്ടേണ്ടത് തന്നെയായിരുന്നു. കണ്ടോ, 60 രൂപയായിട്ടോളം വന്ന് 60ഓളം കണ്ട, 58 രൂപ വരെയൊക്കെ പോയി. നമ്മൾ 55 ഇതിനകത്ത് നമ്മളുടെ ലിമിറ്റ് ഓർഡർ കൊടുത്തിരുന്നത്. കൺസൾട്ടേഷൻ ഉണ്ടാകും എന്നുള്ള ചാൻസ്, ചെറിയൊരു പേടി അങ്ങനെ തന്നെ പറയാം. കാരണം സപ്പോർട്ട് വന്നതുകൊണ്ട് മാത്രം കേട്ടോ, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ നമ്മൾ കുറച്ച് കൊടുത്തത്, 3 പോയിൻറ്റ്സിലേക്ക് മാത്രം മാറ്റി കൊടുത്തത്. ഓക്കെ, അപ്പോൾ ട്രേഡ് ഇങ്ങനെയാണ് ലൈവ് ട്രേഡ് എടുക്കുന്നത്. സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കി എടുക്കണം. പിയുടെ സപ്പോർട്ട് സിയുടെ റെസിസ്റ്റൻസ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. അങ്ങനെ എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% വരെ നമുക്ക് റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്.